ഹലോ എവരിബഡി, ഇറ്റ്സ് മീ നളിനിയുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുംബൈയിലെ വടപ്പാവാണ്. അതിൽ ആദ്യമായിട്ട് നമുക്കതിൻ്റെ വട ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണത്, പൊട്ടറ്റോ. അതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില, കടുക്, ഉള്ളി അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയുടെ മിക്സ് ആക്കിയിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് വറുത്തിടാനുള്ള കടുകാണ്, അത് നമ്മൾ ഇതിൻ്റെ കൂടെ വറുത്തിടും. പിന്നെ വേണ്ടത് കടലമാവും അല്പം ഉപ്പും വെള്ളവും ചേർത്ത് മിക്സ് ആക്കിയിട്ടുള്ള ഒരു കുഴമ്പായ പരുവത്തിൽ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. ഇത് വട മുക്കിയിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാനുള്ളതാണ്. നമുക്ക് ആദ്യം ഇത് പൊട്ടറ്റോ നമുക്ക് സ്മാഷ് ചെയ്തെടുക്കണം. പറഞ്ഞാൽ അത് പൊടിച്ചിങ്ങനെ എടുത്താൽ മതി. കൈ കൊണ്ട് പൊടിച്ചെടുക്കാം. നമുക്ക് ഇത് വെച്ചിട്ട് സ്മാഷർ വെച്ചിട്ടും നമുക്കിതിൻ്റെ പൊടിയായ രൂപങ്ങളായിട്ട് മാറ്റിയെടുക്കാം. നമുക്ക് ഒന്നും കൂടി പൊടിച്ചെടുക്കാണ്ട്, എന്നാലേ നമുക്കത് ശരിയായ പരുവത്തിലേക്ക് വരുന്നുള്ളൂ. നമുക്കിപ്പോൾ അത് പൊടിച്ചിട്ട് നല്ല പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തൊരു ചീഞ്ചട്ടി വെച്ച് അതിലോട്ട് വറുത്തിടാനുള്ള സ്റ്റവ് കത്തിച്ച് നമുക്കതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം എണ്ണ മതി, അധികം എണ്ണ ഒന്നും വേണ്ട. അതിനകത്ത് നമുക്ക് അല്പം കടുക് എണ്ണയിലോട്ടിട്ട് പൊട്ടിച്ചിട്ട് എടുക്കാവുന്നത്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില, ഉള്ളി, പച്ചമുളകെല്ലാം ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില, അല്പം പച്ചമുളക്, ഉള്ളി, ഇതെല്ലാം നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാറുണ്ട്. വഴറ്റിയെടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്, അത് അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത്. ഈ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ചതച്ച് വയ്ക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതൊന്ന് പച്ചമണം മാറി വന്നാൽ നമുക്കിതിലോട്ട് പൊട്ടറ്റോ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാനുണ്ട്. ഇപ്പോൾ പച്ചമുളക് മാറിയിട്ടുള്ള അതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ സമയം നോക്കി നമുക്ക് ഈ ഉരുളക്കിഴങ്ങെല്ലാം ഇതിന് തൊട്ട് ഇട്ട് കൊടുക്കണം. ഉരുളക്കിഴങ്ങെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം സ്റ്റവ് താഴ്ത്തി വെച്ച് പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഇട്ട് തലേന്ന് അല്പം ഉപ്പ് ചേർക്കണതിന്. പിന്നീട് നമുക്ക് മാവിലോട്ടുണ്ട് നമുക്ക് നോക്കിയത് അതിൽ അല്പം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ആക്കണം. മിക്സ് ആക്കിയിട്ട് അല്പം വെള്ളം ചേർത്തൊന്ന് മിക്സ് ആക്കാം നമുക്ക്. അല്ലെങ്കിൽ എല്ലാതും കൂടെ ഒന്ന് മിക്സ് ആവാൻ ഭയങ്കര സമയം എടുക്കുന്നു. ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. മഞ്ഞൾപ്പൊടി എടുക്കട്ടെ. നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് അത് നല്ലവണ്ണം ഇതിൻ്റെ കൂടെ മിക്സാക്കി ഇളക്കി ചേർത്ത് അധികം നേരമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് നമുക്കതൊന്ന് മിക്സാക്കി എടുത്താൽ മതി. നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് പോരുന്നതല്ലേ, അതുകൊണ്ട് അതിന് കൂടുതൽ സമയമൊന്നും വേണ്ടി വരില്ല. ഇത് എളുപ്പം ഉണ്ടാക്കാവുന്നൊരു സ്നാക്സാണ്. ബോംബെയിലൊക്കെ വടപ്പാവ് ഭയങ്കര ഫേമസ്. നാട്ടിൽ കിട്ടാറുണ്ടോ? കേരളത്തിൽ വടപ്പാവില്ല. അതൊരു ഉരുളക്കിഴങ്ങ് പോകണ്ടെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ പണ്ടൊക്കെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട് അതൊക്കെ നാട്ടിൽ. പക്ഷേ അതിൻ്റെ ഇൻഗ്രീഡിയൻസും മസാലയൊക്കെ വേറെയാണ്, ഇത് വേറെയാണ്.
വീട്ടിൽ എന്തൊരു പാവം നിറഞ്ഞൊരു ബ്രെഡിൻ്റെ പോലത്തെ ഒരു സാധനം കിട്ടുന്നില്ലേ, അതിനുള്ളിൽ ചട്നിയൊക്കെ തേച്ച് വെച്ചിട്ടല്ലേ ഇതിവിടെ കഴിക്കുന്നു. മറ്റത് വെറും ഉരുളൻകിഴങ്ങിൻ്റെ ബോണ്ട മാത്രമായിട്ട് കഴിക്കുന്നത്. ഇനി നമുക്ക് അല്പം വെള്ളം ചേർത്തിട്ട് നമുക്കിതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കാണ്ട് ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കാൻ പോവുകയാണ്. ഇതിന്റെ ബാറ്ററാണ് ഇത് കടലമാവ്, ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇനി അതിലേക്ക് നമുക്കതിൽ വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സാക്കിയിട്ട് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കേണ്ടത്. ആ ഉരുളൻകിഴങ്ങൊന്ന് ഈ മിക്സായിട്ടുള്ള സാധനം ഉരുള ഉരുട്ടി ഇതിനകത്തോട്ട് മുക്കി നമുക്ക് പുറത്ത് കോരാനുള്ളതാണ്. അധികം വെള്ളം ചേർക്കണ്ട, പിന്നെ അത് വടയിൽ അത് പിടിച്ച് വരില്ല. അത് നല്ലോണം ഒന്ന് ആവാനുണ്ട്, കട്ടയൊക്കെ ഉടഞ്ഞ് വരാനുണ്ട്. നമുക്ക് ഈ ബാറ്ററെല്ലാം ഒന്ന് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ, മല്ലിയില, അത് നമുക്കിതിനകത്തോട്ട് കുറച്ച് മിക്സാക്കി കൊടുക്കണം. ഇതും കൂടെ ഒന്ന് മിക്സായിട്ട് നമുക്കത് മെല്ലെ മെല്ലെ ഉരുട്ടി ബാറ്ററിൽ മുക്കി നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കുന്നതാണ്. ഇനി നമുക്ക് അപ്പം എണ്ണ ചൂടാവാൻ വേറൊരു ചീഞ്ചട്ടിയിൽ നമുക്ക് അടുപ്പത്തോട്ട് വയ്ക്കാം. നമുക്ക് വേറൊരു പാത്രം ഉപയോഗിക്കാം. നമുക്ക് ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് എണ്ണ ഒഴിക്കാം. ഒന്ന് ചൂടാവണം. അപ്പോൾ നമുക്ക് എണ്ണയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ചൂടാക്കാൻ വയ്ക്കാം. നമ്മുടെ ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കത് വറുത്ത് കോരാനുള്ള എണ്ണ ഒഴിക്കാവുന്നതാണ്. എണ്ണ അല്പത്തിരി എണ്ണ വേണം. അത് കാരണം ഇത് വട നമുക്ക് പറയണത് ഉരുളകളാക്കി ഉരുട്ടിയിടുന്നതല്ലേ, അപ്പോൾ എണ്ണ അധികം വേണം. ഇതിപ്പോൾ ഞാൻ ബോംബെയിൽ വന്നതിന് ശേഷം എൻ്റെ കുട്ടികളൊക്കെ ഇതൊക്കെ പുറത്തുനിന്ന് മേടിച്ച് തിരികെ കൊണ്ടിട്ട് പുറത്ത് ആഹാരം കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ കുറേശ്ശെ പഠിച്ചെടുത്തതാണ്. ഇതൊക്കെ അടുത്തുള്ള മറാഠികളടുത്തുനിന്നും മറ്റുമായിട്ടൊക്കെ പഠിച്ചെടുത്തിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. മറാഠികളാണ് ഞങ്ങളോട് എപ്പോഴും അധികം ആൾക്കാരുള്ളത്. ഇത് നാട്ടിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഇത് ഞാൻ നാട്ടിൽ നിന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടില്ല. നിങ്ങൾ കുട്ടികളായതിനു ശേഷമല്ലേ ഞാൻ ഇപ്പോൾ ഇതൊക്കെ പഠിച്ചത്. അടുത്തുള്ള അയൽവാസികളുടെ കൂടെ വേണ്ടിയിട്ട് അതിപ്പോൾ ഏകദേശം ഇപ്പോൾ കയ്യിൽ നിന്ന് നമുക്ക് സ്പീഡായി. നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നെ. ഇനിയിപ്പോൾ എന്തായാലും കൊച്ചുമക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങളിപ്പോൾ ഇത് അധികം കഴിക്കാറില്ലല്ലോ. അത് എണ്ണ എല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഈ മിക്സായ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഈ മിക്സറുണ്ടല്ലോ, അത് നമ്മളിങ്ങനെ ഉരുട്ടിയിട്ട് വട്ടത്തിലും ആക്കി എടുക്കാം. നല്ല ഇങ്ങനെ ഉരുട്ടിയിട്ടും എടുക്കാം. നമ്മൾക്കൊന്ന് ഒത്തിരി ഇതൊരു പാവിനകത്ത് പാവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമുക്ക് ബ്രെഡ് പോലത്തെ, അതിനകത്ത് വെച്ച് കഴിക്കാനുള്ളതുകൊണ്ട് ഇങ്ങനെയും ആക്കാം നമുക്ക്. അപ്പോൾ അതിങ്ങനെ ഉരുട്ടി എല്ലാം കൂടെ ചെയ്ത് വെച്ചതിൻ്റെ ശേഷം നമുക്ക് വറുത്ത് പോരാം. ഫ്ലാറ്റ് ആക്കണം അല്ലേ? ഫ്ലാറ്റ് ആക്കിയാൽ നമുക്ക് നമ്മൾ പറയുന്നില്ല ഒരു പാവ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമുക്ക് ഇവിടുത്തെ ബ്രെഡ് പോലെ, അതിനകത്ത് നമുക്ക് വയ്ക്കാൻ നല്ല സൗകര്യമായിരിക്കും. ഉരുളയാണെങ്കിൽ അത് അടഞ്ഞ് കിട്ടാൻ മുക്കിയെടുക്കണം. ഇത് നല്ല മുക്കിയിട്ട് എണ്ണയിലിട്ടാൽ നന്നായി പൊങ്ങി വരുള്ളൂ. ഇങ്ങനെ ഓരോന്നോരായിട്ട് മുക്കിയിട്ട് കൊടുത്താൽ മതി. കുറച്ചിട്ട് കൊടുക്കാം, കാരണം അതിന് എല്ലാറ്റിനും കൂടെ സ്ഥലം തികയില്ലായ്മ കിട്ടും. എണ്ണയിൽ മൂത്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ഒരു ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. ഓറഞ്ച് കളറൊക്കെ വന്നപ്പോൾ നമുക്ക് ഈ പാകത്തിലൊക്കെ ആകുമ്പോൾ ഒന്ന് വേഗം നമുക്ക് കോരി എടുക്കാവുന്നതാണ്.
നമുക്കത് ഇത് നല്ല പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഇതിപ്പോൾ വട നമുക്കിപ്പോൾ ആയിട്ടുണ്ട്. ഇത് അല്പം വീണ്ടും നമ്മൾ ഇതിലേക്ക് മാവ് മുക്കി കവറായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് അത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കും പാവ് എന്താണെന്ന്. പാവ് കാണിച്ചാൽ നമുക്ക് ഇനി നമുക്ക് ആ പാവ് എന്താണെന്നുള്ളത് പരിചയപ്പെടാട്ടോ. ഈ പാവ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇങ്ങനെ ഇതല്ല, ഇതുപോലെ കിട്ടുന്നൊരു സാധനമാണ് പാവ് എന്ന് പറഞ്ഞത്. ഇതിനകത്ത് നമുക്ക് ഓരോരോ പാവ് ഇങ്ങനെ ഇങ്ങനെ സെപ്പറേറ്റായിട്ട് നമുക്ക് ഓരോ പാവിനെ വെച്ച് ഈ പാവ് നമുക്കതിനോട് ഇങ്ങനെ മിക്സ് ആക്കും. നാട്ടില് ബ്രെഡ് കിട്ടുന്ന പോലെ അത് മൺപാവാണ്, അതിന് മധുരമുണ്ട്, ഇതിന് ഇതില്ല. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചട്നി തേച്ചിട്ട് വേണം വട വയ്ക്കാൻ. നമുക്ക് ചട്നി നമുക്ക് ശരിയാക്കി എടുക്കാം. ഉള്ളിലോട്ട് നമുക്ക് ഒരു ചട്നി ഉണ്ടാക്കിയിട്ട് തേച്ചിട്ട് വേണം നമുക്ക് വടയൊക്കെ വെച്ച് കൊടുക്കാം. കാരണം നമുക്ക് ആ ചട്നി എന്താണെന്നുള്ളത് എന്തൊക്കെ മിക്സാണെന്ന് നമ്മൾ പരിചയപ്പെടുത്തി തരാം. അത് ഇതാണ്. നമുക്ക് മല്ലിച്ചപ്പ് ശകലം, ഒരു പച്ചമുളകും, 2 വെളുത്തുള്ളി, ഇതിലൊരു തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ചേർക്കാം. ഇതിപ്പോൾ കടലപ്പൊരി ഇതാണ് ചേർത്തിരിക്കുന്നത്. തേങ്ങയാകുമ്പോൾ നമുക്ക് മലയാളികൾക്ക് ഇഷ്ടമാവും. ഇതിപ്പോൾ ഇവിടെ ഉള്ളൊരു മിക്സ് ആക്കുന്ന സാധനമാണിത്. ഇത് നമുക്ക് കപ്പിലോട്ടിട്ടിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് ഇത് അല്പത്തിൽ ഈ വെളുത്തുള്ളി ഇതും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത്. അല്പം വെള്ളം ചേർത്ത് ഒന്ന് അരച്ചുകൊണ്ടിരാം. നമുക്ക് അധികം വേണ്ട. ഇത് ഞാൻ അരച്ചെടുക്കട്ടെ കേട്ടോ. അതിപ്പോൾ നമ്മൾ ചട്നി മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് നമുക്കതൊന്ന് ആക്കിയതിന് ശേഷം നമുക്ക് ആ പാവിലോട്ട് മിക്സ് ആക്കിയിട്ട് ഇതെല്ലാം കുറച്ച് നമുക്ക് എടുക്കാം ചട്നി. ഇതെല്ലാം അല്ലാതെ നമുക്ക് നല്ലോണം തുടച്ചെടുക്കാം. നമുക്ക് ചട്നി എല്ലാം കൂടിയിട്ട് നല്ല പത്രയും പാവിനൊക്കെ നമുക്ക് കിഴക്കുള്ള ചട്നി വേണ്ടേ. നമ്മൾ ഈ പാവിലോട്ട് നമുക്ക് ഈ ചട്നി ഇങ്ങനെ തേച്ച് കൊടുക്കാം. നമുക്ക് ഇതിൽ ഞാൻ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചട്നിയിൽ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. കാരണം നമ്മൾ വടക്കകത്ത് ഉപ്പുണ്ട്, ഈ പാവിനകത്തും ഉപ്പുണ്ട്. അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് ഫ്ലാറ്റായിട്ടുള്ള ഈ വട ഉണ്ടല്ലോ, ഉരുണ്ട വടയുണ്ട്. ഫ്ലാറ്റായ വട ഇതിനകത്തോട്ട് വെച്ച് ഇതാണ് ഇവിടെ കിട്ടുന്ന വടപ്പാവ് എന്ന് പറയുന്ന സാധനം. ഇങ്ങനെ ഇതിനകത്തോട്ട് കവറായിട്ട് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ വടപ്പാവ് റെഡി ആയിട്ടുണ്ട്. ഇത് വട, ഇത് പാവ് എന്ന് പറയുന്ന സാധനം രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഇതിൻ്റെ മരുമകൾക്കാണ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ഇവരൊക്കെ പറയണം, നന്നായിട്ട് വിവരം പറയും. നന്നായി പറഞ്ഞില്ലെങ്കിലും പ്രശ്നമാവോ? ഇല്ല, നന്നായിട്ടുണ്ടോ ഇല്ലയോ? ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും പരിചയപ്പെടാം. പാവ് തിന്നാനേ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ.
നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക്. ഞങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും നമുക്ക് കാണാം നിങ്ങൾക്ക്.